ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Ashbicreations. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാമിയുടെ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് കട്ട് ബീഡ്സും ആവശ്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ നേരം കട്ട് ബീഡ്സ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും പറയണ പോലെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നെക്കിൻ്റെ തൊട്ട് സെൻറ്ററിൽ തൊട്ട് താഴെയായിട്ട് 4 സൈഡിലേക്ക് 4 ലീഫ് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്തും ഒന്ന് താഴേക്ക് സ്റ്റെമ്മും മുകളിലേക്കും സ്റ്റെമ്മൊക്കെ പോയിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും സ്റ്റെമ്മ് പോയിട്ടുണ്ട്. അതിൻ്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ലീഫുകളും പോയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ മുകളിൽ വരെ, അതായത് ഷോൾഡറിൻ്റെ അവിടെ വരെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നെക്കൊക്കെ മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ 2 സൈഡിലും 4 സൈഡിലായിട്ട് ലീഫ് വരച്ച് നമ്മൾ ഇതേപോലെ കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് സ്റ്റെമ്മും ലീഫുകളും സ്റ്റെംസ് പോയിട്ടുണ്ട്. പിന്നെ 2 സൈഡിലേക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ലീഫ്, പിന്നെ വീണ്ടും സ്റ്റെംസ് പോയിട്ടുണ്ട്, വീണ്ടും ലീഫ്, സ്റ്റെംസ്, അങ്ങനെയാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മെറ്റീരിയലിലേക്ക് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ഈ ഒരു കട്ട് ബീഡ്സാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ കട്ട് ബീഡ്സ് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ ഈ കട്ട് ബീഡ്സ് വേണം നമുക്കിപ്പോൾ. ആദ്യം വേണ്ടത് ഷുഗർ ബീഡ്സ് ആണ്. ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ലീഫൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ നോർമൽ നീഡിലും ത്രെഡും എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 12 ആണ് വേണ്ടത്. ബീഡ്സൊക്കെ നമ്മൾ കോർക്കാനായിട്ട് എടുക്കുന്നത് 12 ആണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ 12 അല്ല എടുത്തിരിക്കുന്നത്. ഞാനൊരു 8 സൈസിൻ്റെ ഒരു നീഡിലായിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടെന്ന് അത് കിട്ടിയത് കാരണം ഞാൻ അങ്ങനെ എടുത്തതാണ് കേട്ടോ. സാധാരണ നമുക്ക് ഈ ഒരു ബീഡ്സിന് കുറച്ച് ഹോളുള്ളത് കൊണ്ട് കയറി പൊയ്ക്കോളും, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ ബീഡ്സ് വർക്കുകളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായുള്ള നീഡിലെന്ന് പറയുന്നത് 12 സൈസാണ് കേട്ടോ. അപ്പോൾ ആ 12 സൈസ് തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ നോർമൽ ബീഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ ഒരു ലീഫിൻ്റെ ബോർഡർ ലൈൻ കംപ്ലീറ്റ് നമ്മൾ നോർമൽ നീഡിലും ത്രെഡും വെച്ചിട്ട് നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ബീഡ്സായിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്താ ഒരു പാർട്ടി വെയർ ഡിസൈനർ സൽവാർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് സ്ലീവിലും ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മളിപ്പം മെറ്റീരിയലിലേക്ക് നമ്മൾ വരച്ചില്ലേ, അതേപോലെ തന്നെയാണ് സ്ലീവിലും വന്നിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല, അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ബോർഡർ ലൈനിൽ, അതായത് സ്ലീവിൻ്റെ ബോർഡർ ഭാഗത്തായിട്ട് ഇതേപോലെ ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ലീഫും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറ് കാണാൻ പറ്റണേ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ ലീഫ് വരച്ച് കൊടുക്കാൻ. അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ലീഫ് വേണം വരച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ്, ലീഫിൻ്റെ ബോർഡർ ലൈൻ കംപ്ലീറ്റ് ഇതേപോലെ അങ്ങ് ചെയ്തും കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് വർക്കുകളൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ബാക്കിയുള്ള ലീഫും കൂടെ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ലീഫുകളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കണേ. നമ്മൾ ഈ ലീഫിൻ്റെ അകത്തുകൂടി നമ്മൾ കട്ട് ബീഡ്സുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ആ ലീഫ് നമ്മൾ ആദ്യം ബീഡ്സ് വർക്ക് ചെയ്തില്ലേ, ഷുഗർ ബീഡ്സ് വെച്ചിട്ട്, അതേപോലെ തന്നെ നമുക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്കങ്ങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഓരോ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ കട്ട് ബീഡ്സ് ആയിട്ട് തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നാൽ നമുക്ക് അകത്ത് ഒരു റെഡ് കളറിലെ ഭാഗം, അതായത് നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറ് കാണാൻ പറ്റും.
അപ്പോൾ ഇത് ഏത് കളറിലെ മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെ വേണം എന്നൊന്നുമില്ല, നമുക്ക് ഏത് കളറിലെ മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇത് യാമിയുടെ ഡിസൈനാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാ ബ്യൂട്ടിക് സ്റ്റൈലിലെ എല്ലാ ഡിസൈൻസും സൂപ്പറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ചിലർക്ക് ചിലത് പ്രയാസം ഉണ്ടാവും ചെയ്തെടുക്കാനായിട്ട്, പക്ഷേ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ വർക്കുകളൊന്നും ഇത് വന്നിട്ടില്ല, സിമ്പിളായിട്ടുള്ളൊരു വർക്ക് മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അതിനകത്തും ഫില്ല് ചെയ്ത് നമ്മൾ ഓരോ ബീഡ്സായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതാ ഇതേപോലെ ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അകത്ത് കണ്ട് ചെറിയൊരു റെഡ് കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്കിയും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് സ്റ്റെമ്മും കൂടെ ഉള്ളൂ. ഇപ്പം ഞാൻ അതിനകത്തെല്ലാം ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കേട്ടോ നമ്മുടെ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ സ്റ്റെമ്മ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഷുഗർ ബീഡ്സ് എടുത്തില്ലേ, അതേപോലെ തന്നെ അങ്ങ് സ്റ്റെം ചെയ്ത് കൊടുത്താൽ മതി. ഓരോ ബീഡ്സ് എടുക്കുക, ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് വലിയ ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും അല്ല, ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് നമുക്കങ്ങ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ രീതിയിൽ തന്നെ വേണം ബാക്കിയുള്ള ലീഫുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ആദ്യം ലീഫ് ചെയ്യുമ്പോൾ ബോർഡർ ലൈനിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ കട്ട് ബീഡ്സ് വെച്ചും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ സ്റ്റെംസ് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം കണ്ടോ, ഞാൻ 4 സൈഡിലേക്കും സ്റ്റെമ്മൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡും കൂടെ എടുക്കുകയാണേ. ഒരു കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡും കൂടെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക, മനസ്സിലായോ? ആ സ്റ്റെമ്മിന് നമ്മൾ 2 സൈഡിലേക്കും ചെറിയ ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡും മാത്രം മതി, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെയിം കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നമുക്ക് മുകളിലേക്ക്, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ സെൻറ്റർ പോർഷനാണല്ലേ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ലീഫും സ്റ്റെമ്മും അതേപോലെ സ്റ്റെമ്മിൻ്റെ 2 സൈഡിലുള്ള ഈ ഒരു കട്ട് ബീഡ്സും ഷുഗർ ബീഡും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു പ്രയാസവും ഇല്ല ചെയ്തെടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ബീഡ്സൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു ബീഡ്സ്, വൈറ്റ് ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും, ഗോൾഡൻ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നെക്കിൻ്റെ പാറ്റേണിൻ്റെ ഇപ്പോൾ നമ്മൾ വരച്ച് കൊടുത്ത പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏത് കളറിലും മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ തന്നെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ്, നെക്ക് വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്